അസ്സലാമലൈക്കും വറഹമത്തുള്ളാഹി തആല വബറകാതുഹു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പൈശാചിക പ്രലോഭനത്തിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അസ്മാഉൽ ഹുസ്ന ഞാൻ പരിചയപ്പെടുത്തി തരാം കേട്ടോ. അതായത് നമുക്ക് ഒരുപാട് തരത്തിലുള്ള പൈശാചിക പ്രലോഭനങ്ങൾ ഉണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു നിസ്കരിക്കാത്തൊരു വ്യക്തിയാണ്. ആ ഒരു ആൾ വിചാരിക്കുകയാണ്, എന്തായാലും ഇൻഷാ അല്ലാഹ് ഞാൻ നാളെ മുതൽ നിസ്കരിക്കാം, നാളെ സുബഹി മുതൽ ഞാൻ നിസ്കരിക്കാൻ തുടങ്ങാം. അങ്ങനെ അദ്ദേഹം വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സുബഹി സമയം അദ്ദേഹം അലാറം ഒക്കെ വെച്ച് എഴുന്നേൽക്കുന്ന സമയത്ത് പിശാച് നമുക്കൊരു പ്രലോഭനം ഉണ്ടാകും. നമുക്ക് ആ ഒരു വ്യക്തിക്ക് ഒരു പ്രലോഭനം ഉണ്ടാകാൻ ചാൻസ്. അതായത് പിശാച് വഴിയുള്ള ആ ഒരു വഴി തെറ്റിക്കില്ല. അതായത് ഇന്നിപ്പോൾ എന്തായാലും എത്രയായതല്ലേ, ഇനിയിപ്പോൾ കുറച്ച് ളുഹർ മുതൽ അല്ലെങ്കിൽ നാളെ മുതൽ അങ്ങനെ നമുക്ക് തോന്നി തുടങ്ങും. അതായത് നമ്മളിപ്പോൾ നന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, പക്ഷേങ്കിലും ആ ഒരു പിശാചിൻ്റെ പ്രലോഭനം മൂലം നമ്മൾ വീണ്ടും വീണ്ടും തെറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ തെറ്റിൽ നിന്ന് നമ്മൾ എത്ര മുക്തി ആഗ്രഹിക്കുന്നുണ്ടോ അത് ആഗ്രഹിക്കും തോറും വീണ്ടും വീണ്ടും ആ ഒരു സമയമാകുമ്പോഴേക്കും നമ്മൾ എന്തായാലും നാളെ അങ്ങനെ വിചാരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പിശാചിൻ്റെ പ്രലോഭനം മൂലം, പൈശാചിക പ്രലോഭനം മൂലമുള്ള ആ ഒരു തിന്മയിലേക്കാണ് നമ്മൾ പോകുന്നത്. പിശാച് മൂലം നമ്മൾ വഴി തെറ്റാൻ കാരണമാവുകയാണ്. അപ്പോൾ ഈ ഒരു ഇത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, പിശാചിൻ്റെ പ്രലോഭനം മൂലം നമ്മൾ വഴി തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ട്, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നാണ് നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് പതിവാക്കാൻ പറ്റുന്ന, ചൊല്ലാൻ പറ്റുന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ ഒരു പുണ്യനാമമുണ്ട്. ആ നാമം ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. യാ മാജിദ് എന്നാണ് കേട്ടോ. അതായത് യാ മാജിദ് യാ അല്ലാ, യാ മാജിദ് യാ അല്ലാ എന്ന് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ 5 വക്ത് നിസ്കാരങ്ങളുടെ പുറകെ ആയിക്കോട്ടെ, ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും സമയങ്ങളിലായിക്കോട്ടെ, നമ്മൾ ഈ ഒരു നാമം പതിവാക്കുന്നതിലൂടെ നമുക്ക് പൈശാചിക പ്രലോഭനത്തിലൂടെ നമ്മൾ ഒരിക്കലും വഴി തെറ്റില്ല. ഇപ്പം നമ്മുടെ ആ ഒരു മനസ്സിന് വൃത്തി പോലെ ഇരിക്കും. അപ്പം നമ്മൾ പൈശാചിക പ്രലോഭനങ്ങളില്ലാതെ നല്ല രീതിയിൽ തന്നെ ജീവിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ നമ്മുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറിക്കിട്ടുകയും ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ ആ തെറ്റിലേക്കുള്ള, ആ പൈശാചിക പ്രലോഭനം മൂലം തെറ്റിലേക്കുള്ള ആ ഒരു വഴി, ആ തെറ്റിലേക്കുള്ള ആ ഒരു ഇത് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ നല്ലൊരു മനുഷ്യനാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ നമുക്ക് ഉപകരിക്കും. ഒരുപാട് പുണ്യമുള്ള, ഒരുപാട് മഹത്വമുള്ള ഒരു ഇസ്മാണിതെന്ന് പറയണത്. കാരണം ഈ പൈശാചിക പ്രലോഭനമാണല്ലോ എല്ലാത്തിൻ്റെയും തുടക്കം എന്ന് പറയണത്. അപ്പോൾ ഈ ഒരു പൈശാചിക പ്രലോഭനം ഇല്ലെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ടും നല്ലൊരു വ്യക്തിയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ലൊരു വ്യക്തിയാവാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇസ്മ നമുക്ക് ഉപകരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഇത് പതിവാക്കുക. ഇതിൻ്റെ അർത്ഥം ശ്രേഷ്ഠൻ എന്നാണ് കേട്ടോ അർത്ഥം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.